നമസ്കാരം. ആർത്തവം കഴിഞ്ഞിട്ടും ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ടോ? ലൈംഗിക ബന്ധത്തിന് ശേഷം ചെറിയ ബ്ലീഡിംഗ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ദുർഗന്ധത്തോടു കൂടിയ അസാധാരണമായ യോനിസ്രവം അനുഭവപ്പെടുന്നുണ്ടോ? ഇത്തരം ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹോർമോൺ പ്രശ്നം മാത്രമല്ല, ഗർഭാശയ മുഖത്ത് വളരുന്ന ചെറിയൊരു സെർവിക്കൽ പോളിപ്പിൻ്റെ സൂചനയായിരിക്കാം. ഇത് ക്യാൻസറാണോ എന്ന ആശങ്ക പലർക്കും സ്വാഭാവികമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം സെർവിക്കൽ പോളിപ്പുകളും ക്യാൻസർ അല്ലാത്തവയാണ്. ഇന്ന് ഗർഭാശയ ഗളത്തിൽ അഥവാ സെർവിക്സിൽ കണ്ടുവരുന്ന സെർവിക്കൽ പോളിപ്പുകൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇവ ഉണ്ടാകുന്നത്? ഇത് അപകടകാരിയാണോ? ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നീ പ്രധാന കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാം. അതായത് ലക്ഷണങ്ങൾ എന്തെല്ലാം, അപകട സാധ്യതയുണ്ടോ, എങ്ങനെ ചികിത്സിക്കാം, ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. സെർവിക്സ് എന്നത് ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് യോനിയിലേക്ക് ചേർന്നിരിക്കുന്ന ഇടുങ്ങിയ ഭാഗമാണ്. ഈ ഭാഗത്തുണ്ടാകുന്ന ചെറിയ മാരകമല്ലാത്ത വളർച്ചകളെയാണ് സെർവിക്കൽ പോളിപ്പ് എന്ന് വിളിക്കുന്നത്. കാണാൻ ഇവ ചെറിയൊരു കുമിള പോലെയോ അല്ലെങ്കിൽ തണ്ടുള്ള ഒരു ചെറിയ വളർച്ച പോലെയോ തോന്നാം. മിക്കപ്പോഴും ഇവയുടെ വലിപ്പം ഏതാനും മില്ലിമീറ്ററിൽ നിന്ന് 1 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. കൂടാതെ സാധാരണയായി ഇവ ക്യാൻസർ അല്ലാത്ത വളർച്ചകളാണ്. സെർവിക്കൽ പോളിപ്പുകൾ 2 പ്രധാന തരങ്ങൾ ഉണ്ട്: എക്ടോസെർവിക്കൽ പോളിപ്പ്, എൻഡോസെർവിക്കൽ പോളിപ്പ്. ഇതിൽ എക്ടോസെർവിക്കൽ പോളിപ്പ് സെർവിക്സിൻ്റെ പുറം ഭാഗത്ത്, അതായത് ഗൈനക്കോളജിസ്റ്റ് പരിശോധനയിൽ നേരിട്ട് കാണാൻ കഴിയുന്ന ഭാഗത്ത് ഉണ്ടാകുന്നവയാണ്. എന്നാൽ എൻഡോസെർവിക്കൽ പോളിപ്പ് സെർവിക്കൽ കനാലിൻ്റെ ഉള്ളിൽ, അതായത് ഗർഭാശയ ദ്വാരത്തിനകത്തുണ്ടാകുന്നവയാണ്. എന്നാൽ എൻഡോസെർവിക്കൽ പോളിപ്പാണ് സാധാരണയായി കൂടുതലായി കണ്ടുവരുന്നത്. ഏകദേശം 2 മുതൽ 5% വരെ സ്ത്രീകളിൽ സെർവിക്കൽ പോളിപ്പുകൾ കണ്ടുവരാറുണ്ട്. ആർത്തവ വിരാമത്തിന് തൊട്ടടുത്ത കാലഘട്ടത്തിലും ഒന്നിലധികം പ്രസവിച്ച സ്ത്രീകളിലും ഇത് കൂടുതലായി കാണപ്പെടുന്നു. മിക്കപ്പോഴും ഇവ അപകടകാരികളല്ല. കൂടാതെ പോളിപ്പുകൾ ക്യാൻസറായി മാറുവാനുള്ള സാധ്യത 1% താഴെ മാത്രമാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇവ മെഡിക്കൽ സീരീസിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരോഗ്യപരമായ ഇത്തരം അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. മിക്കവരിലും സെർവിക്കൽ പോളിപ്പുകൾ യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറില്ല. സാധാരണ ഗൈനക്കോളജിക്കൽ പരിശോധനയ്ക്കിടയിലാണ് ഇത് പലപ്പോഴും കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അസ്വാഭാവിക യോനിസ്രവം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ആർത്തവ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷവും രക്തസ്രാവം ഉണ്ടാവുക, ലൈംഗിക ബന്ധത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാവുക, ആർത്തവ വിരാമം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം, അല്ലെങ്കിൽ ആർത്തവ ദിവസങ്ങളിൽ അസാധാരണമായ കനത്ത രക്തസ്രാവം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ക്രമക്കേടുള്ള ആർത്തവചക്രം, അതായത് ആർത്തവം 21 ദിവസത്തിൽ കുറഞ്ഞതോ 35 ദിവസത്തിൽ കൂടുതൽ ഇടവേളയിലോ ഉണ്ടാകുന്നത് ഒരു മുന്നറിയിപ്പായിരിക്കും. ചിലർക്ക് അസ്വാഭാവികമായ യോനിസ്രവം, ദുർഗന്ധമുള്ളതും അല്ലെങ്കിൽ നിറം മാറ്റമുള്ളതുമായ സ്രവം, ഇവ പോളിപ്പ് അണുബാധയുടെ സൂചനയായി കാണാം. അപൂർവമായി ചില സെർവിക്കൽ പോളിപ്പുകൾ ഗർഭധാരണത്തെ ബാധിച്ച് വന്ധ്യത ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. സെർവിക്കൽ പോളിപ്പുകൾ സാധാരണയായി സെർവിക്സിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നീളമുള്ളതോ ഒരു വെള്ളത്തുള്ളിയുടെ ആകൃതിയിലുള്ളതോ ആയ ചെറിയ വളർച്ചകളാണ്. ഇവ സാധാരണയായി കടും ചുവപ്പ്, പിങ്ക്, പർപ്പിൾ അല്ലെങ്കിൽ ചാരനിറം കലർന്ന വെളുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അവയിൽ തൊടുമ്പോൾ മൃദുവായതോ സ്പോഞ്ച് പോലെയോ അനുഭവപ്പെടാം. വലിപ്പം പൊതുവെ 1/2 ഇഞ്ചിൽ താഴെയായിരിക്കും. ചില പോളിപ്പുകൾക്ക് നീളമുള്ള ഒരു മെലിഞ്ഞ തണ്ട് ഉണ്ടായിരിക്കും.
ഇത് സെർവിക്സിൽ നിന്ന് പുറത്ത് തൂങ്ങിയ നിലയിൽ കാണപ്പെടും. ഇത്തരത്തിലുള്ള പോളിപ്പുകൾ സ്പർശിക്കുമ്പോഴോ ലൈംഗിക ബന്ധത്തിനിടയിലോ എളുപ്പത്തിൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സെർവിക്കൽ പോളിപ്പുകൾ ഉണ്ടാകുവാനുള്ള കൃത്യമായ കാരണം ഇതുവരെ പൂർണ്ണമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചില ഘടകങ്ങൾ പ്രധാനമായും ഇതിന് കാരണമാകാറുണ്ട്. ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഈസ്ട്രജൻ എന്ന ഹോർമോൺ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നതിനാൽ ഇതിൻ്റെ അളവ് ക്രമക്കേടിലാകുമ്പോൾ സെർവിക്കൽ കോശങ്ങൾ അധികമായി വളരാൻ സാധ്യതയുണ്ട്. കൂടാതെ വിട്ടുമാറാത്ത വീക്കം, ദീർഘകാലമായി നിലനിൽക്കുന്ന അണുബാധകൾ, ഉദാഹരണത്തിന് ലൈംഗിക രോഗങ്ങൾ, ഈസ്റ്റ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നിവ സെർവിക്സിൽ തുടർച്ചയായ അണുബാധയും വീക്കവും ഉണ്ടാക്കി അസാധാരണ വളർച്ചയിലേക്ക് നയിച്ചേക്കാം. അതുപോലെ സെർവിക്സിന് അടുത്തുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു പോകുമ്പോൾ ആ ഭാഗത്ത് രക്തചംക്രമണം തടസ്സപ്പെടുകയും അസ്വാഭാവിക കോശവളർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യാം. മുപ്പത് മുതൽ 50 വയസ്സുവരെയുള്ള പ്രായം, ഒന്നിൽ കൂടുതൽ ഗർഭധാരണം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതഭാരം എന്നിവയുള്ളവർക്ക് സെർവിക്കൽ പോളിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ചില ക്യാൻസർ മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും ഇതിൻ്റെ സാധ്യത വർദ്ധിച്ചേക്കാം. ഒരു ഡോക്ടർക്ക് വളരെ ലളിതമായി പെൽവിക് പരിശോധനയിലൂടെ ഇത് കണ്ടെത്തുവാനാകും. പതിവ് ഗൈനക്കോളജി ചെക്കപ്പാണ് സെർവിക്കൽ പോളിപ്പ് കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. ഇതിൻ്റെ രോഗനിർണയത്തിന് വിവിധ രീതികൾ ഉപയോഗിക്കുന്നു. പെൽവിക് എക്സാം സമയത്ത് ഡോക്ടർ സ്പെക്കുലം എന്നൊരു ഉപകരണം ഉപയോഗിച്ച് സെർവിക്സ് നേരിട്ട് പരിശോധിക്കുന്നു. പോളിപ്പ് സെർവിക്കൽ കനാലിൻ്റെ ഉള്ളിലാണെങ്കിൽ ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് വഴി കൂടുതൽ വ്യക്തമായി പരിശോധിക്കാം. ഗർഭാശയ ഗള ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായ പാപ് സ്മിയർ പരിശോധനയ്ക്കിടെ ചിലപ്പോൾ പോളിപ്പ് കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ പോളിപ്പ് നീക്കം ചെയ്തതിനു ശേഷം അതിൻ്റെ കോശങ്ങൾ ലാബിലേക്ക് അയച്ച് ഹിസ്റ്റോളജിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിലൂടെ അത് ക്യാൻസറാണോ അല്ലയോ എന്ന് ഉറപ്പാക്കുവാനാകും. സെർവിക്കൽ പോളിപ്പ് നീക്കം ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു പ്രൊസീജിയറാണ്. ഇതിനെ പോളിപെക്ടമി എന്ന് വിളിക്കുന്നു. ചെറിയ പോളിപ്പുകൾ സാധാരണയായി മിനിറ്റുകൾക്കുള്ളിൽ OPDയിൽ തന്നെ നീക്കം ചെയ്യുവാൻ കഴിയും. അതിനായി അനസ്തീഷ്യ പലപ്പോഴും ആവശ്യമില്ല. എന്നാൽ വലിയ പോളിപ്പുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തീഷ്യ നൽകി നീക്കം ചെയ്യേണ്ടതായി വരും. പോളിപ്പിന് വ്യക്തമായ തണ്ട് ഇല്ലാത്തതോ വലുതായതോ ആയ സാഹചര്യങ്ങളിൽ ലീപ്പ് അഥവാ ലൂപ്പ് ഇലക്ട്രോ സർജിക്കൽ എക്സിഷൻ പ്രൊസീജിയർ എന്ന രീതിയിൽ വൈദ്യുതി പ്രയോഗിക്കുന്ന വയർ ലൂപ്പ് ഉപയോഗിച്ച് അത് സുരക്ഷിതമായി നീക്കം ചെയ്യുന്നു. പോളിപ്പ് നീക്കം ചെയ്തതിനു ശേഷം ചെറിയ വയറുവേദനയും നേരിയ രക്തസ്രാവവും കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അസ്വസ്ഥതകൾ കുറയ്ക്കുവാൻ വേദനാസംഹാരികൾ ഉപയോഗിക്കുന്നത് ആശ്വാസം നൽകും. എന്നാൽ രക്തസ്രാവം പൂർണ്ണമായി നിൽക്കുന്നത് വരെയോ കുറഞ്ഞത് 2 ആഴ്ചയോളമോ ചില കാര്യങ്ങൾ ശ്രദ്ധ വേണം. ഈ കാലയളവിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും ടാമ്പൂൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. സാധാരണയായി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദിവസേന ചെയ്യുന്ന സാധാരണ ജോലികൾ വീണ്ടും ആരംഭിക്കാവുന്നതാണ്. വളരെ അപൂർവമായ ചില കേസുകളിൽ പോളിപ്പ് നീക്കം ചെയ്തതിനു ശേഷം അണുബാധ, അമിത രക്തസ്രാവം അല്ലെങ്കിൽ ഗർഭാശയത്തിൽ സുഷിരമുണ്ടാവുക പോലുള്ള സങ്കീർണതകൾ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാം. മിക്ക സെർവിക്കൽ പോളിപ്പുകളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവയാണ്. കൂടാതെ ഇവ നീക്കം ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു പ്രക്രിയയുമാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണയായി ഉണ്ടാകാറില്ല. പോളിപ്പുകൾ വീണ്ടും വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരാൻ നേരിയ സാധ്യതയുണ്ടെങ്കിലും ഇത് അപൂർവമാണ്. ഗർഭകാലത്ത് പോളിപ്പിൻ്റെ വലിപ്പവും സ്ഥാനവും അനുസരിച്ച് ആവശ്യമായ ചികിത്സ ഡോക്ടർ തീരുമാനിക്കും. പോളിപ്പുകളെ പൂർണ്ണമായി തടയുവാൻ സാധിക്കില്ലെങ്കിലും സുരക്ഷിതമായ ലൈംഗിക ബന്ധം പാലിക്കൽ, കൃത്യമായ ഇടവേളകളിൽ പെൽവിക് പരിശോധന നടത്തുക, കൂടാതെ പാപ്പ് ടെസ്റ്റ് ചെയ്യുക എന്നിവ സെർവിക്കൽ പോളിപ്പുകൾ നേരത്തെ കണ്ടെത്തുവാൻ സഹായകരമാണ്.
ആർത്തവ ചക്രങ്ങൾക്കിടയിലുള്ള രക്തസ്രാവം, അമിതമായ ആർത്തവം, ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം, ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ദുർഗന്ധമുള്ള യോനിസ്രവം എന്നിവ ശ്രദ്ധിക്കേണ്ട പ്രധാന ലക്ഷണങ്ങളാണ്. സെർവിക്കൽ പോളിപ്പുകൾ മിക്കവാറും പേടിക്കേണ്ട ഒന്നല്ല, കാരണം ഏകദേശം 99% ഇവ ക്യാൻസറായി മാറുന്നില്ല. എങ്കിലും അസ്വാഭാവികമായ ബ്ലീഡിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കാതെ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണം. ആരോഗ്യകരമായ ജീവിതശൈലിയും കൃത്യമായ മെഡിക്കൽ പരിശോധനകളും വഴി ഇത്തരം പ്രശ്നങ്ങളെ നേരത്തെ കണ്ടെത്തുവാനും നിയന്ത്രിക്കുവാനും സാധിക്കും. ആർത്തവത്തിനിടയിലുള്ള ബ്ലീഡിംഗ്, ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള രക്തസ്രാവം അല്ലെങ്കിൽ അസാധാരണമായ യോനിസ്രവം പോലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഒരിക്കലും അവഗണിക്കരുത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്കായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നു. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ആരോഗ്യത്തോടെ ഇരിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.